പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചുച്ചറയാണ്, റാന്നി വെച്ചുച്ചറ. അവിടെ ചെറിയൊരു ഷൂട്ടും പരിപാടിയായിട്ട് പോകണം. നമ്മൾ ഫ്രണ്ടിൻ്റെ സിവിക് ഉണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും, റെഡ് ടൈപ്പ് ആർ സിവിക്, പുതിയ മോഡൽ. കേരള ഫസ്റ്റ് ടൈപ്പാറിലേക്ക് കൺവേർട്ട് ചെയ്തത്. കേരളത്തിൽ ഫസ്റ്റ് ടൈപ്പാറാണ്. ഇപ്പോൾ ഒരു 6-7 വണ്ടി ഉണ്ട്, വേറെ 6-7 വണ്ടി ഏകദേശം ആയി കിട്ടും. ഇത് ABS കിറ്റ് കൺവേർട്ട് ചെയ്ത് പക്ക ഒരു ടൈപ്പാർ കൺവേർഷൻ ചെയ്തൊരു വണ്ടി. അപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളിപ്പം ഫോർച്യൂണറിലാണ്, ബ്ലാക്ക് പാന്തറിൻ്റെ ഫോർച്യൂണറിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം ബാക്കി. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വന്ന് ഫോർച്യൂണർ ഇവിടെ ചുമ്മാ കയറ്റിയിട്ട 2 വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കയറ്റിയിട്ട. അപ്പോൾ പുള്ളിയുടെ വീട് ഇതുവഴി താഴോട്ട് പോകണം. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാണിക്കാം, വണ്ടി കാണിക്കാം, സിവിക്ക്. അപ്പോൾ ഗൈസ് ഇതാണ് വീട്, ഇതേ കിടക്കുന്ന ഐറ്റം, ഇതാണ് വണ്ടി. വണ്ടി ഇപ്പോൾ എടുക്കാതെ കിടക്കുമോ, പൊടിയൊക്കെ പിടിച്ച് പോകുമോ. അപ്പോൾ ഗൈസ് സിവിക് ഇന്റീരിയർ ഉണ്ട് ഗൈസ്. വണ്ടി ഓട്ടോമാറ്റിക് ആയിരുന്നു. അപ്പോൾ എടുക്കാതെ ഇങ്ങനെ ഇട്ടേക്കുവാ. അത് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ നിന്ന് കഴിയുമ്പോൾ ടൈപ്പ് ഫുൾ കൺവേർട്ട് ചെയ്തേക്കാം. ഫ്രണ്ടിൽ നിന്ന് വരുന്നത് ABS കിറ്റ് തന്നെയാണ്. ഇത് നമുക്ക് ഇതെനിക്കൊന്ന് ട്യൂണേഴ്സിൽ ഗവൻ ചേട്ടന് കൊടുത്തതാണ്. എങ്കിൽ ഈ സാധനം പുറത്തുനിന്ന് നമ്മൾ എടുത്തിട്ട് നമ്മളിത് അങ്ങനെ സാധനം കൊണ്ടുവന്ന് ചെയ്തതാണ്. ഇത് ABS കിറ്റാണ് വരുന്നത്. നമ്പർ പ്ലേറ്റ് നമ്മൾ സ്റ്റോക്ക് തന്നെയാണ്, ഈ ഒരു ഇവിടുത്തെ കേരളത്തിലെ പ്രശ്നമുള്ളതുകൊണ്ട് വെച്ചേക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ബമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്, ഗ്രില്ല് കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. വണ്ടി ഫുള്ള് കളറ് ഇതിൽ വരുന്നത് കളർ ഇതല്ലായിരുന്നു, കളർ നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ വരുവാണെങ്കിൽ സൈഡിൽ നമ്മൾ വീൽസ് 18 ഇഞ്ചസ് റേസിൻ്റെ വീൽസ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിലേക്ക് ടയർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത്. പിന്നെ ഫെൻഡർ മാറിയിട്ടുണ്ട്, നമ്മുടെ ഈ മിറർ ക്യാപ്പ് മാറിയിട്ടുണ്ട്, സൈഡിൽ സ്കേർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ നമ്മളധികം വർക്ക് ചെയ്തിട്ടില്ല, നോർമലി തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഈ സൈഡിലും ഈ സംഭവം ആഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ്. പിന്നെ ഈ സാധനം ടെയിലാണെങ്കിൽ സ്റ്റോക്ക് വരുമ്പോൾ റെഡ് തന്നെയാണ് വരുന്നത്. ഇതിപ്പം നമ്മളന്ന് ഈ വർക്കിനോട് ചെയ്തതല്ല, ഇത് തമിഴ്നാട്ടിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് വന്ന് അന്ന് അവിടെ നിന്ന് നമ്മൾ ഇഷ്ടപ്പെട്ട് കണ്ടെടുത്ത സാധനമാണ്. ഇതുപോലെ ഇത് പ്രിൻസ് ചേട്ടന് കാനഡയിൽ നിന്ന് പുള്ളി അവിടുത്തെ ടൈപ്പാറിന് ഒറിജിനൽ വരുന്നത് ഇങ്ങനെയാണ്. അപ്പം അതിനുവേണ്ടി അവിടെ നിന്ന് അയച്ചു തന്നതാണ് ഈ സാധനം. ആ മിറർ ക്യാപ്പും അങ്ങനെ വന്നതാണ്. നമ്പർ പ്ലേറ്റ് ഫ്രണ്ട് പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്കാണ് വെച്ചിരിക്കുന്നത്. ഒരു തവണ ഫോട്ടോ എടുത്തിട്ട് പോയിട്ട് പോലും പെറ്റി കിട്ടാത്തത് ഈ സ്റ്റോക്ക് നമ്പർ പ്ലേറ്റ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ടൈപ്പാറിൻ്റെ ഒരു ബാഡ്ജിങ് ആഡ് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് പറയുകയാണെങ്കിൽ സ്റ്റോക്കാണ്. എക്സോസ്റ്റ് വരുന്നത് ഈ സൈഡിലാണ് വരേണ്ടത്. നമ്മളത് പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് കൊടുത്തോണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നത് ഒറിജിനൽ വരും, ബാക്കി രണ്ടോ നമ്മൾ ഡെമ്മി ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം സ്റ്റോക്ക് സൗണ്ട് ആണെങ്കിലും പൈപ്പ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ആക്രാപ്പോയിക്കിൻ്റെ ഈ ടിപ്പ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് അങ്ങനെ ചെയ്തിരിക്കുക. പിന്നെ ഈ ലോഗോയും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു യുണീക്ക് എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു കളറും ഈ ഒരു സൈസ് ഇങ്ങനൊരു സൈസ് ആയതുകൊണ്ടാണ് വണ്ടി മാരക ഫീലാണ് ഓടി വരുമ്പോൾ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് ചുമ്മാ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വെച്ചു. കാരണം ഇത് ഓടാതെ കിടക്കുന്ന വണ്ടി ആയതുകൊണ്ട് ബാറ്ററി ഒക്കെ ഡൗൺ ആകാൻ നല്ല ചാൻസാണ്. അപ്പം വെറുതെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വെച്ചു.